ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്യുന്നത്, അതുവഴി എനിക്ക് ഉണ്ടായിട്ടുള്ള ഈസിനെസ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കൂടി വന്നോളൂ, നമുക്ക് കാണാം. ഹലോ, ഞാനിവിടെ ഉണ്ടേ കേട്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ. ശരി, ഇതാണ് എൻ്റെ ഡ്രസ്സർ കേട്ടോ, എൻ്റെ ഡ്രസ്സിങ് ടേബിളും മിററുമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് എൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ട്രേ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഈ ഒരു ട്രേയിൽ ഞാൻ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. കാര്യം ഇതെല്ലാം എനിക്ക് ഡെയിലി യൂസിന് ആവശ്യമായി വരുന്ന കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഇതൊന്ന് നോക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടും സമയം ലാഭിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഇതിൻ്റെ ടോപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രേയിൽ വെച്ചേക്കുന്നത് കൊണ്ട് ഇത് താഴത്തെ വീഴല്ല, അതിൻ്റെ അകത്ത് തന്നെ എനിക്ക് സേഫായിട്ട് അടുക്കി വയ്ക്കാനും കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ. അത്യാവശ്യം ചീപ്പ് ബ്രഷ്, ക്രീമുകൾ, പിന്നെ പൗഡർ, അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഇതിൻ്റെ മേളിൽ തന്നെ വെച്ചേക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വരുന്നത് എൻ്റെ ഫസ്റ്റ് ഡ്രോയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഞാൻ വെച്ചേക്കുന്നത്, അടുക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ കോസ്മെറ്റിക്സ് തന്നെയാണ്. ഫൗണ്ടേഷൻസ്, പലതരത്തിലുള്ള ഫൗണ്ടേഷൻസ്, കോമ്പാക്റ്റ് പൗഡർ മുതലായവയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ബ്രഷസും ചില ക്രീമുകളും സൺക്രീംസും പിന്നെ ലിപ്സ്റ്റിക്കും ഇതിൻ്റെ അകത്ത് ഇതുപോലെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഉടനെ യൂസ് ചെയ്യാത്ത സാധനങ്ങൾ. എൻ്റെ ലാസ്റ്റ് ഡ്രോ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ഈസിയർ ആവും കേട്ടോ. അതുപോലെ തന്നെ ചെന്നെടുക്കാൻ വളരെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കണ്ടെടുക്കാനും പറ്റും. അല്ലെങ്കിൽ രാവിലെയുള്ള തിരക്കിലെല്ലാം നമ്മൾ ധൃതി പിടിച്ച് എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളത് നമ്മൾ മറന്നു പോവും. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ടൈം വേസ്റ്റ് ചെയ്താൽ രാവിലെ ഒരു കാര്യവും സമയത്ത് നടക്കില്ല. അപ്പോൾ ഈസിയർ ആക്കാൻ ചില ടിപ്സ് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. ടിൽ ദെൻ, ബൈ ഫോർ നൗ ആൻഡ് ടേക്ക് കെയർ. ബൈ, സീ യു സൂൺ.